എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ്. എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിയാലോ, നമ്മളെ മലയാളികൾ പൊതുവെ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ കുറച്ച് പൂച്ചെടികളോ പച്ചക്കറിയോ ഒക്കെ വെച്ച് പിടിപ്പിക്കുന്ന ഒരു ശീലമുള്ള ആളുകളാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ സമയക്കുറവുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ടോ ഒക്കെ ഇതിൽ വെള്ളം ഒഴിക്കാൻ പറ്റാതെ പോവുക, ഇതിനെ പരിചരിക്കാൻ പറ്റാതെ പോവുക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ഈ വെള്ളം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചെടി വാടി പോകുന്നത് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മളൊരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കും ഇതൊരു ഭയങ്കര വലിയ സംഭവമാണ്. എന്നാൽ പ്രൊഫഷണലായി ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്ന ആളുകൾ ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിപ്പ് ഇറിഗേഷനാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുന്നത്. നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. ഇത് 12 mm ഹോസ്, ഇത് മീറ്ററിന് 7 രൂപ 50 പൈസയുള്ളൂ. പിന്നെ ഇത് 6 mm ഹോസാണ്, ഇതിന് 4 രൂപ 40 പൈസയാണ് ഒരു മീറ്ററിൻ്റെ വില. പിന്നെ നമുക്ക് വേണ്ടത് ഈ ഒരു ചെറിയ കണക്ടറാണ്, ഇതിന് 2 രൂപ 50 പൈസയാണ് വില. ഇച്ചിരി കത്തിയാൻ തോന്നുന്നു, കൂടുതലായിട്ട് മേടിച്ച് ചിലപ്പോൾ വില കുറവ് കിട്ടുമായിരിക്കും. അടുത്തായിട്ട് നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഡ്രിപ്പർ. ഇതിന് 5 രൂപയുള്ളൂ ഈ സാധനത്തിന്. ഈ സംഗതി എന്തായാലും കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തൊരു വലിയ സംഭവമാണെന്ന് തോന്നും. ഇതിൻ്റെ പുറവശം അഴിച്ച് ഇതിൻ്റെ പൊടിയൊക്കെ കയറിയാൽ ക്ലീൻ ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നെ അടുത്തായിട്ട് വേണ്ടൊരു സാധനമാണ് ഇത് ഒരുതരം ഡ്രിപ്പറാണ്. ഇതിൻ്റെ വാട്ടറിൻ്റെ ഫോഴ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, കൂടുതലോ കുറവൊക്കെ ആക്കി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്ന സാധനമാണ്. ഇതിനും ഒരെണ്ണത്തിനും 5 രൂപ മാത്രമേ വിലയുള്ളൂ. ഇതാണ് നമുക്ക് ആകെ കൂടി പരിപാടിക്ക് വേണ്ട ടൂൾസ്. ഒരെണ്ണം അടുക്കളയിൽ നിന്ന് ബുക്ക് ചെയ്താണ് കത്രിക, ഒരെണ്ണം എൻ്റെ ഷെൽഫിൽ നിന്ന് എടുത്താണ്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ നമ്മുടെ എവിടെയൊക്കെയാണോ നമുക്ക് ഓസ് ഇടേണ്ടത് ആ ചെടിയുടെ ചോട്ടിൽ കൂടെ ഒക്കെ നമ്മളിതുപോലെ ഓസ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ചെടിയുടെ ചോട്ടിൽ കൂടി വെള്ളം വീഴേണ്ട ഭാഗം നോക്കിയിട്ട് ഇതുപോലെ എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കുക. നമ്മളിതുപോലെ നമുക്ക് ആവശ്യമുള്ള സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ചെടിയുടെ അരികത്തുകൂടി ഈ പറഞ്ഞ 12 mm ഹോസ് എല്ലായിടത്തും ഇട്ടു. ഇത് നമുക്ക് ആവശ്യമുള്ള കൃഷി നമ്മളെവിടെയൊക്കെ നട്ടിട്ടുണ്ടോ അവിടെ എല്ലാം നമ്മൾ ഹോസ് ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇപ്പോൾ നമ്മൾ എല്ലാ ചെടിയുടെ ചോട്ടിൽ കൂടി ഇട്ട ഓസിലേക്ക് ഈ കാണുന്ന ചെറിയ ഓസ് 6 mm ഓസ് നമ്മൾ ആവശ്യം പോലെ എടുത്തിട്ട്, അതായത് എത്ര നീളം വേണമെന്നൊക്കെ നോക്കിയിട്ട് ആവശ്യം ഉള്ളത് അത്ര നീളത്തിലെടുത്ത് കട്ട് ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. ഇതുപോലെ എടുത്തിട്ട് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതെടുക്കാം. എന്നിട്ട് ഞാൻ പറഞ്ഞ 2 രൂപ 50 പൈസയുടെ ചെറിയ കണക്ടർ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ആദ്യമായിട്ട് മെയിൻ ഹോസിൽ നമ്മൾ ഒരു ചെറിയ ഹോൾ ഇടുക. അതിപ്പോൾ കത്രികയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ഇത് ചെറിയ എന്തെങ്കിലും വെച്ചിട്ട് ഒരു ചെറിയതായിട്ട് ഒന്ന് തുളയ്ക്കുക. ചെറിയ തുള മതി. എന്നിട്ട് ഇതിൻ്റെ ഒരു വശമുണ്ട് ഇങ്ങനെ ചെത്തിയ പോലെ വശം, ആ വശം ഇതിലേക്ക് തിരികെ കയറ്റി വയ്ക്കുക. ചുമ്മാ പ്രസ് ചെയ്താൽ മതി, കയറിക്കോളും. എന്നിട്ട് നമ്മളിതുപോലെ എവിടെയാണ് വെള്ളം വീഴാൻ ഉദ്ദേശിക്കുന്നത് ആ ചെടിയുടെ ചുവട്ടിലേക്ക് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്യുക. ഇതാണ് നല്ല വെയിലാണ്, നല്ല ചൂടാണ്, ഭയങ്കര വേർപ്പ്. അതുപോലെ ആവശ്യമുള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ ഈ ചെറിയ ഹോസ് നമ്മൾ ആവശ്യമുള്ളടത്തേക്ക് ഇതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടു. ഇതല്ല എല്ലായിടത്തേക്കും ഇങ്ങനെ കണക്ട് ചെയ്തു. അങ്ങനെയല്ല, എല്ലായിടത്തും എനിക്ക് ആവശ്യമുള്ളതല്ല ഞാൻ കണക്ട് ചെയ്ത് കഴിഞ്ഞു. അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 6 mm ചെറിയ ഓസിലേക്ക് ഈ ഡ്രിപ്പർ, ഈ 5 രൂപ വിലയുള്ള ഈ ഡ്രിപ്പർ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കയറ്റി വെച്ചാൽ മതി. ഇടുക. നമുക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് അത് ഡ്രോപ്പായിട്ട് തുള്ളിയായിട്ട് വീണത്. അതുകൂടാതെ നമ്മൾ ഈ ഓട്ടോമാറ്റിക് ഓപ്പൺ ക്ലോസ് ഉള്ള ഈ ഡ്രിപ്പ് ഉണ്ടല്ലോ, അത് നമുക്ക് വെള്ളം കൂടുതലോ കുറവോ വേണമെന്നൊക്കെ ഉള്ള അങ്ങനെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് ഇങ്ങനെ കണക്ട് ചെയ്ത് വയ്ക്കാം.
ഇത് ഓഫ് ചെയ്യുകയും ഓൺ ചെയ്യുകയും അതിൻ്റെ ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. അത് എന്നിട്ട് അതുപോലെ തന്നെ ആ ചെടിയുടെ ചുവട്ടിലേക്ക്, നമുക്ക് ആവശ്യമുള്ള ചെടിയുടെ ചുവട്ടിലേക്ക് ജസ്റ്റ് ഇട്ട് വയ്ക്കുക. അപ്പോൾ ഞാനിങ്ങനെ ഈ ഡ്രിപ്പുകൾ 6mm ഹൗസിലേക്കൊക്കെ എല്ലാ ഹൗസിലേക്കും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അതായത് വെള്ളം കൂടുതലും കുറവും ആവശ്യമുള്ളതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഈ ഡ്രിപ്പുകൾ ഇങ്ങനെ എല്ലായിടത്തും കണക്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ വെള്ളം എല്ലാ സ്ഥലത്തേക്കും കൃത്യമായിട്ട് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും എല്ലായിടത്തേക്കും കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് ഇത് ടാപ്പുമായിട്ട് കണക്ട് ചെയ്ത് വാട്ടർ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ഞാനിത് ഈ ഒരു ചെറിയ കണക്ടർ ഉപയോഗിച്ച് ഇത് വാട്ടർ ടാപ്പുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് അത്യാവശ്യം ഫോഴ്സുള്ളൊരു ടാപ്പാണ്. ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഞാൻ തന്നെ ചെയ്ത് നോക്കാം. എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത് നോക്കാം. ഞാൻ ടാപ്പ് ഫുൾ ഓൺ ചെയ്തു. വെള്ളം പോകുന്നുണ്ട്. ചെടിയുടെ ചുവട്ടിലേക്ക് വെള്ളം എത്തുന്നുണ്ട്. വാവ്, നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷൻ അങ്ങനെ സക്സസ് ആയിരിക്കുകയാണ്. ഇതാണല്ലേ, ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നോർമലുള്ള ഡ്രിപ്പറിലൂടെ വെള്ളം വരുന്ന അളവ്. പിന്നെ ഇതുപോലെ കൂടുതൽ വേണം, കണ്ടില്ലേ ഇവിടെ ഞാൻ അല്പം കൂടുതൽ വെള്ളം ഉദ്ദേശിച്ചായിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഈ ഒരു അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഡ്രിപ്പർ പിടിപ്പിച്ചേക്കുന്നത്. അവിടെ നമ്മൾ ഉദ്ദേശിച്ച പോലെ വെള്ളം വീഴുന്നുണ്ട്. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ച അളവിലുള്ള വെള്ളം വീഴുന്നുണ്ട്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി വെള്ളം നനയ്ക്കാത്തതിൻ്റെ പേരിൽ ചെടി നശിച്ചു പോകുന്നുള്ള ഒരു യാതൊരു പേടിയും വേണ്ട. നമുക്കെല്ലാവർക്കും നിർമ്മിക്കാൻ പറ്റുന്നൊരു ഡ്രിപ്പ് ഇറിഗേഷനാണിത്. വെറും 300 രൂപയിൽ താഴെ മാത്രം. എനിക്ക് ചിലവായത് വെറും 275 രൂപ മാത്രമാണ്. അത് കണ്ടല്ലേ, ഇത് രാവിലെ നമ്മൾ ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ടോ അല്ലെങ്കിൽ വന്നതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് ടാപ്പ് ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വെള്ളം എല്ലായിടത്തും എത്തിക്കോളും. അപ്പോൾ ഞാനിതിന് ഉപയോഗിച്ച എല്ലാ സാധനങ്ങളും കാർഷിക ഉപകരണങ്ങൾ വയ്ക്കുന്ന എല്ലാ കടകളിലും ലഭ്യമാണ്. ആവശ്യമുള്ള ആളുകളൊക്കെ ഇതൊന്ന് നിർമ്മിച്ച് നോക്കുക. വളരെ സിമ്പിളാണിത്. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന പോലെ മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ. അപ്പം എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുന്നതിനൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. കൂടാതെ താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ചെറിയ ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് അറിയാമല്ലോ. അപ്പോൾ അത് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വളരെ ചെറിയ അഭിപ്രായങ്ങൾ പോലും നമ്മുടെ പരിപാടി മെച്ചപ്പെടുന്നതിനുള്ള വലിയ മുതൽക്കൂട്ടുകളായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.